Hey content writers, this video is for you. Okay. സോ ഇപ്പോൾ റീസെൻ്റ്ലി ഈ എ ഐ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരാൾക്കാർ റൈറ്റേഴ്സ് ആണ്. അതായത് അവരുടെ കണ്ടന്റ് എ ഐ റിട്ടൺ ആണെന്ന് പറഞ്ഞിട്ട് ലൈക്ക് സം ടൂൾസ് ദർ ആർ അത് യൂസ് ചെയ്തിട്ട് ലൈക്ക് ഇവരുടെ കണ്ടന്റിൽ ഇത്രയും എ ഐ പെർസെൻറ്റേജ് ഉണ്ട്, അത് ഫുള്ളി ഹ്യൂമണൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടന്റ് റൈറ്റേഴ്സ് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ആക്ച്വലി ഇൻഡസ്ട്രിയിലുള്ള ഒരു മിത്ത് കാരണമാണ്. ഇതാണ് നമ്മൾ ഇന്നിവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി. ഓക്കെ, സോ ആക്ച്വലി എ കണ്ടന്റ് അല്ല ഇവിടെ കുഴപ്പം. ഇവിടെ എന്താ ആ, അത് പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ലൈനും ഫോളോ ചെയ്യാണ്ട് ചുമ്മാ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എ ഐ സ്ലോപ്പ് കണ്ടന്റിനെയാണ് ആക്ച്വലി എന്താ ഏത് സെർച്ച് എൻജിൻസും ഡീവാല്യൂ ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ റിയലി ലുക്കിംഗ് ഇൻ ടു ലൈക്ക് എന്താ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾ ഫസ്റ്റ് കണ്ടന്റുകൾ. അത് പ്യുവർലി അതിൻ്റെ പേർപ്പസ് എന്താ പീപ്പിൾസിനെ സെർവ് ചെയ്യാനായിരിക്കണം, നോട്ട് ഫോർ ജസ്റ്റ് റാങ്കിങ്. അപ്പോൾ ഇതിൽ ഇൻഫർമേഷൻ ഗെയിൻ ഉണ്ടായിരിക്കണം. അത് നമ്മളൊരു ഗൈഡ് ലൈനും ഒരു ഇൻസ്ട്രക്ഷൻസും കൊടുക്കാതെ ക്രിയേറ്റ് ചെയ്യുന്ന എ ഐ കണ്ടന്റിൽ ഒരിക്കലും എന്താ പുതിയ ഇൻഫർമേഷൻ എ ഐക്ക് പുതിയ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ലൈക്ക് take whatever it's available right now from its currently trained data. സോ അതിന് പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താ നമ്മളതിന് ട്രെയിൻ ചെയ്യിക്കണം, നമ്മളതിന് പുതിയ ഇൻഫർമേഷൻ കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എ കണ്ടന്റ് വിൽ ബി മച്ച് ബെറ്റർ ദാൻ വാട്ട് യു ആർ ആക്ച്വലി റൈറ്റിംഗ്. ഓക്കെ, സോ ഇവിടെ എ കണ്ടന്റ് അല്ല ആക്ച്വലി ഇഷ്യൂ. അതിന് പ്രോപ്പർ ഗൈഡ് ലൈൻസും സംഭവങ്ങളൊന്നും ഫോളോ ചെയ്യാണ്ട് റൈറ്റ് ചെയ്ത് കിട്ടുന്ന എ കണ്ടന്റ് ജസ്റ്റ് പ്യൂർലി ഫോർ മാനിപ്പുലേറ്റിംഗ് ദ റാങ്ക്. ഇഫ് യു വാണ്ട് ലൈക്ക് ഒരു ഡോക്യുമെന്റ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഫ്രം ഗൂഗിൾ, ജസ്റ്റ് കമൻറ്റ് എ